നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. FIs-ഉം DIs-ഉം കൂടി ഈ ഒരു മെയ് മാസത്തിൽ ഏകദേശം 47,000 കോടിക്ക് മുകളിൽ ബൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ശക്തമായ രീതിയിൽ മാർക്കറ്റ് അസിസ്റ്റ് ചെയ്ത് പതിയെ ആണെങ്കിൽ കൂടിയും മുകളിലേക്ക് പോകുന്നത്. ഇന്നലെ 25,000 താഴെ പക്ഷെ നമുക്ക് പോകാൻ പറ്റിയില്ല. 25,000 താഴെയാണ് ക്ലോസ് നടത്തിയത്. അത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഇന്ത്യൻ മാർക്കറ്റ് സ്വാഭാവികമായ രീതിയിൽ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ അലൈനായി നിൽക്കുന്ന സമയത്ത് ഗ്ലോബൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് അതുപോലെ തന്നെ ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യും. മൂഡീസ് US മാർക്കറ്റിനെ ഡൗൺഗ്രേഡ് ചെയ്തു എന്നുള്ള വാർത്തകളാണ് ഇന്നലെ US ഫ്യൂച്ചർ നെഗറ്റീവായതും. കൂടാതെ തന്നെ ഏഷ്യൻ മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റും നമ്മുടെ മാർക്കറ്റ് സമയത്ത് നെഗറ്റീവായത്. പക്ഷേ കാര്യങ്ങൾ മാറി മറിഞ്ഞു. ഇന്ത്യൻ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം US മാർക്കറ്റിൽ ബോട്ടം ബൈയിങ് കണ്ടു. US മാർക്കറ്റ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കൂടാതെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നലെ ടെലികോം കമ്പനീസിനെല്ലാം തന്നെ അവരുടെ AGR ഡ്യൂ സുപ്രീം കോടതി റിജക്റ്റ് ചെയ്തതിനെ തുടർന്ന് ടെലികോം കമ്പനീസിലും കൂടാതെ നല്ല രീതിയിൽ റാലി രേഖപ്പെടുത്തിയ ഇൻഡെക്സ് ഹെവി വെയിറ്റ് കമ്പനീസിലും പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. നമ്മൾ 25,000 താഴെ ക്ലോസ് ചെയ്തു. പക്ഷേ ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്ന് ഏകദേശം ഒരു 50 മുതൽ 100 പോയിന്റ് വരെയുള്ള ഒരു ഗ്യാപ്പ് അപ്പിലാണ് നിലവിലുള്ളത്. കാരണം US മാർക്കറ്റിൻ്റെ പ്രശ്നം കൊണ്ട് ഇന്ത്യൻ മാർക്കറ്റ് ഇടിയുകയും എന്നാൽ US മാർക്കറ്റ് ഇടിയാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഗിഫ്റ്റ് നിഫ്റ്റി പെട്ടെന്ന് തന്നെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ കറൻറ്റ് ലെവലുള്ളത് 25,084 എന്ന നിലയിലാണ്. 24,976 ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ക്ലോസിംഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 50 പോയിന്റിനെങ്കിലും ഗ്യാപ്പ് അപ്പ് നമുക്ക് കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ മാർക്കറ്റിൻ്റെ നിൽപ്പ്. ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ട്. എസ്പെഷ്യലി ഈ മിഡ് ക്യാപ്പ് കമ്പനീസിൻ്റെ എല്ലാം തന്നെ റിസൾട്ട് ഒരുപാട് ഉണ്ട്, ഇന്ന് വരുന്നുണ്ട്. ആസ്റ്റർ ഹെൽത്ത് കെയർ, ഫോർട്ടിസ് ഹെൽത്ത് കെയർ, ഹിൻഡൽകോ ഇൻഡസ്ട്രീസ് തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ട്. അതെല്ലാം തന്നെ നമ്മുടെ റിസൾട്ട് കലണ്ടറിലുണ്ട്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ ട്രേഡ് ബഡ്ഡി ടാബിൻ്റെ ലിങ്ക് കൊടുത്തിരുന്നു. അവിടെ റിസൾട്ട് കലണ്ടറിൽ നിന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക, ചെക്ക് ചെയ്യുക, കമ്പനിയുടെ പേരോ അല്ലെങ്കിൽ ഡേറ്റോ സെർച്ച് ചെയ്യുക. വളരെ സിമ്പിളാണ്. കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല. അതിനു മുമ്പ് ഡിമാറ്റ് അക്കൗണ്ട്, ചിലവ് കുറഞ്ഞ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് അപ്സ്റ്റോക്ക് നല്ലൊരു ബ്രോക്കറാണ്. ഓപ്ഷൻ ചെയ്യുന്ന ആളുകൾക്ക് ഫാർവേഡ് ടീം അവൈലബിൾ ആണ് ഹെഡ്ജ് ചെയ്യാൻ. കൂടാതെ തന്നെ നമുക്ക് ഈ ഓപ്ഷൻ ചെയിനിൽ നിന്നൊക്കെ ഡയറക്റ്റ് തന്നെ ട്രേഡൊക്കെ ചെയ്യാൻ സാധിക്കും അപ്സ്റ്റോക്കിൽ. ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ ഈ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്സ്റ്റോക്കിൻ്റെ ഉപയോഗപ്പെടുത്താം. സ്റ്റോക്കുകളുടെ വാർത്തകളൊക്കെ പോകാം. പവർ ഗ്രിഡ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 5% ഇയർ ഓൺ ഇയർ ഉയർന്നതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. BEL കമ്പനി നെറ്റ് പ്രോഫിറ്റ് 18% ഉയർന്ന് 2,127 കോടി രൂപ കരസ്ഥമാക്കിയ ന്യൂസ് ഉണ്ട്. റിയാലിറ്റി കമ്പനിയായിട്ടുള്ള DLF 36% ഇയർ ഓൺ ഇയർ ഉയർന്നു 1,282 കോടി രൂപ കരസ്ഥമാക്കിയ ന്യൂസ് ഉണ്ട്. NLC ഇന്ത്യ കമ്പനി 114 നിന്ന് 428 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി ഇതായിട്ടുള്ള ന്യൂസ്. പെട്രോനെറ്റ് കമ്പനി 870 നിന്ന് 1,070 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ബോറോസിൽ കമ്പനി 5 കോടി രൂപയിൽ നിന്ന് 11 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. IRB ഇൻഫ്ര 189 കോടി രൂപയിൽ നിന്ന് 215 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. റെഡിങ്ടൺ കമ്പനി 326 നിന്ന് 670 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. IG പെട്രോകെമിക്കൽസ് കമ്പനി 9 കോടി രൂപയിൽ നിന്ന് 21 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ശ്യാം മെറ്റാലി കമ്പനീസിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് ഇവരുടെ വെസ്റ്റ് ബംഗാളിലുള്ള പ്ലാന്റിൽ നിന്ന് വാഗൺ മാനുഫാക്ചറിങ് ചെയ്യാനായിട്ടുള്ള ബിസിനസ്സിൽ കമ്പനി തുടക്കം കുറിച്ചു. ന്യൂജൻ സോഫ്റ്റ്വെയർ കമ്പനി സൗദി അറേബ്യയിൽ നിന്ന് $1.6 മില്യൺ ഒരു ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ്. HFCL കമ്പനിക്ക് 172 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസാണ് ഉള്ളത്. ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. താഴെ കാണാൻ നാസ്ഡാക്ക് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു, ഡോ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. യൂറോപ്യൻ മാർക്കറ്റിൽ CAC 40 ഫ്രാൻസ് ഒഴികെയുള്ള മറ്റുള്ള 2 ഡാക്സും FTSEയും UKയും ജർമ്മനിയും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റിൻ്റെ അവസ്ഥകൾ കാണാം. ഒരു നെഗറ്റീവ് അല്ലാത്ത അവസ്ഥയിലാണ് ഉള്ളത്. അതിനർത്ഥം ഇന്ന് മാർക്കറ്റ് പോസിറ്റീവ് ആണെന്നൊന്നും നമ്മൾ മീൻ ചെയ്തിട്ടില്ല. ഗ്ലോബലി ഉള്ള ട്രെൻഡ് പറഞ്ഞു, സ്റ്റോക്കുകളുടെ വാർത്തകൾ പറഞ്ഞു. ബാക്കിയൊക്കെ നമ്മൾ ചാർട്ട് നോക്കി ട്രേഡ് ചെയ്യാൻ ശ്രമിക്കാം.
അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. വൈകിട്ട് കാണാം. താങ്ക് യു.